ഹലോ, ഗുഡ് മോർണിംഗ് എവരിബഡി. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഐൻ ജർസീസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് ഈ സ്ഥലം എന്ന് പറഞ്ഞത് ഇവിടെ ഇതൊരു വാദി, അതായത് വാദി പറഞ്ഞ ഒരു പുഴ പോലുള്ള സ്ഥലമാണ്. അപ്പോൾ മഴ പെയ്തിട്ട് അങ്ങനെ വെള്ളമൊന്നും ഇവിടെ പൊങ്ങില്ല. ഐൻ ജർസീസ് എന്ന് പറയുന്ന സലാലയിൽ പെട്ട മറ്റൊരു സ്ഥലം. ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് കുളിക്കാനാണ് കേട്ടോ. ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് കുളിക്കാൻ വേണ്ടി വന്നത് തന്നെയാണ്. ഇവിടെ ഇപ്പം ഒന്ന് കുളിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയില്ല. കാരണം വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല മഞ്ഞ് ഇറങ്ങി തുടങ്ങി. സമയം ഇപ്പോൾ 6:30. ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. കുളിക്കാൻ വേണ്ടി വന്നത് തന്നെയാണ്. നല്ല രസമുള്ളൊരു സ്ഥലം ഐൻ ജർസീസ് എന്ന് പറഞ്ഞ സ്ഥലമാണിത്. കുളിക്കാനുള്ള തയ്യാറെടുപ്പൂടി തന്നെയാണ് വന്നിട്ടുള്ളത്. അല്ലേ, ഇവിടെ മരയുടെ എടുക്കുന്ന ഇവിടെ കുറച്ച് വെള്ളം വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്കതൊന്ന് കാണാം. നല്ല രീതിയിൽ തന്നെ വെള്ളം വരുന്നുണ്ട്. വെള്ളം ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഇവിടെ തങ്ങി നിൽക്കുന്നൊന്നുമില്ല. നല്ല എന്താ പറയുക, തെളിനീര് പോലത്തെ വെള്ളം. അങ്ങനെ നല്ല അടിപൊളി, കുട്ടികൾക്കൊക്കെ കുളിക്കാനും പിടിക്കാനൊക്കെ പറ്റുന്നൊരു മലയുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത് അല്ലേ. ആ മലയുടെ ഉള്ളിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് വരികയാണ്, കാണുന്നില്ല. എന്താണ് നല്ല അടിപൊളി വെള്ളം അല്ലേ. വെള്ളം രണ്ട് സൈഡിൽ കൂടെ അങ്ങനെ പിരിഞ്ഞു പോവുകയാണ്. അല്ല, അങ്ങനെ പോവുകയാണ് അവിടെ. നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. നല്ല രസിക സ്ഥലമാണ്. നിൽക്കുന്നതിൻ്റെ അടിയിൽ മേലെ പാറയാണ്. അല്ല, തെളിനീര് പോലത്തെ വെള്ളം. തെളിനീരല്ല, പനിനീര് പോലത്തെ വെള്ളം. മലയുടെ ഇടുക്കിലൊക്കെ കണ്ടില്ലേ. അല്ല, മലയുടെ മുകളിലാണ് നിൽക്കുന്നത്. നല്ല രസിക സ്ഥലം. കാട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇപ്പോൾ ഇത്. കാട്ടരുവി എന്നൊക്കെ പറയില്ല നമ്മൾ, അതുപോലെ തന്നെയാണ്. കാട്ടരുവി പോലുള്ള സ്ഥലം തന്നെയാണ്. പക്ഷെ എന്താ നോക്കി സംഗതിയല്ല, നല്ല അടിപൊളി സ്ഥലം. ഗുഹയാണ് അതിൻ്റെ. നല്ല അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ. നമുക്കിവിടെ ഒരാളുണ്ട്, നമ്മൾ അയാളോട് ചോദിച്ചു നോക്കാം എന്താണ് പുള്ളിയുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഹലോ, നമ്മൾ ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ, നാലാറ്, ഏഴാറൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ കാണുന്നത് നോക്കിയിട്ടുണ്ട്, കണ്ടോ? ഇത് ഒരു ഊട്ടിയിലും ഇല്ല ഇങ്ങനെ ഒരവസ്ഥ. 50-55 ഡിഗ്രി ചൂടുള്ള ഗൾഫിൻ്റെ അതും ഇതും കൂടി വെച്ച് നോക്കുമ്പോൾ നോക്കി നിങ്ങൾ ഈ ഇറങ്ങിപ്പെട്ടതാ. ഈ കാണപ്പെട്ട മലയുടെ ഉള്ളിൽ നിന്നൊക്കെ വരുന്ന വെള്ളങ്ങളാണ് ഇതിൻ്റെ അടിയിൽ. അത് എമ്മാതിരി വെള്ളം. എന്താ
കോടമഞ്ഞാണ് ഇറങ്ങി നിൽക്കുന്നത്. ഒരു ഗൾഫിൻ്റെ സ്ഥിതിയാണിത്. ഇതൊക്കെ ഒന്ന് വന്ന് കാണേണ്ട തന്നെ. നാട്ടിലെ ഊട്ടിയും കൊടൈക്കനാലൊന്നും ഒന്നുമല്ല. കണ്ടോ, പാറകളുടെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളമാണ് വരുന്നത്. എമ്മാതിരി വെള്ളം. കുളിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ മനസ്സിലായല്ലോ, ഇവിടെയൊക്കെ മഴ പെയ്ത് പച്ചപ്പുല്ലും ഒക്കെ വളർന്ന് നല്ല നിബിഡ വനം പോലെ നമുക്ക് തോന്നിക്കണം. ഇപ്പോൾ അത് കൂടുതൽ അങ്ങോട്ട് കാണുന്നില്ല. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ കുളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ട്. ഇവിടെ കൂടുതൽ വെള്ളം വന്നാൽ അപകടം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങാതിരിക്കുകയാണ് ആൾക്കാരെ. അതുകൊണ്ടാണ് ഇവിടെ കുളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നല്ല, ആൾക്കാർ കുളിക്കുന്നുണ്ട്. ഇതാ ഇവിടെ ആൾക്കാർ ഇറങ്ങി തുടങ്ങി. അല്ലേ, നല്ല തെളിനീര് പോലത്തെ വെള്ളം. ആണല്ലേ, അവിടെ കണ്ടല്ലേ എന്ത് രസികമായിട്ടാണ് ആ വെള്ളമൊക്കെ നിൽക്കുന്നത് നോക്കി. അപ്പോൾ മഴ കൂടുതലുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ വെള്ളം ഒലിച്ചു വരും. ഇതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരും നാല് പുറം. അപ്പോൾ മഴ കുറവായതിൻ്റെ പേരിൽ മുകളിൽ നിന്നുള്ള വെള്ളം വരുന്നില്ല. പക്ഷേ മലയുടെ അടിയിൽ നിന്നുള്ള വെള്ളം വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. മലയുടെ അടിയിൽ നിന്നൊക്കെ കണ്ടമാനം സ്ഥലത്തു നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലേ, ഒരുപാട് സ്ഥലത്തു നിന്ന് വരുന്നുണ്ട്. അതിനൊക്കെ ആ സൈഡിലൊക്കെ വലിയ വലിയ ഗുഹകളും ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ കുളിക്കാൻ ഇറങ്ങുകയാണ് കേട്ടോ. ഇനി നോക്കിയിട്ട് കാര്യമില്ല. ഓക്കെ.